അമേരിക്കയും ചൈനയും വ്യാപാര കരാറിലെത്താൻ ധാരണയായതായും അമേരിക്കയുടെ 100% തീരുവ ഭീഷണി ചർച്ചാ വിഷയമായതായും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം ചൈനീസ് വൃത്തങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപക്ഷവും ചർച്ചയുടെ പ്രാരംഭ ദശയിലാണെന്നും പ്രധാന വിഷയങ്ങളായ കയറ്റുമതി നിയന്ത്രണം, ഷിപ്പിംഗ് ചാർജസ് തുടങ്ങിയവ തീരുമാനമാക്കേണ്ടതുണ്ടെന്നുമാണ് വിവരം. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഞ്ഞുരുകുന്നതിനുള്ള സൂചനയാണ് നൽകുന്നത്. നല്ല ഒരു മീറ്റിംഗ് ഉണ്ടായി എന്നും 100% തീരുവ എന്നത് പുനരാലോചിക്കുമെന്നുമാണ് അമേരിക്കൻ പ്രതിനിധി അറിയിച്ചത്. ചൈനയുടെ പ്രതിനിധിയായ ലീ ചെങ് ഗാങ് ആസിയാൻ ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കരാറിന് വഴിയൊരുങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റും പറഞ്ഞു. സോയാബീൻ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് പുനരാരംഭിക്കാനും സാധ്യതയുണ്ട്. ലോകത്തിലെ വലിയ സമ്പദ്ശക്തികൾ തമ്മിലുള്ള വ്യാപാര കരാറുകളും ചർച്ചകളും ലോകം അതീവ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഏഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൗസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.